വേടനെതിരെ സംസാരിക്കുന്ന ആളുകൾ മറ്റേ പ്രത്യേകിച്ച് ഞാൻ പേര് പറയുന്നില്ല കേട്ടോ, ഇനി പേര് പറയുന്നത് ആർക്കും ബുദ്ധിമുട്ട് വന്നിട്ട, അങ്ങനെയുള്ളവർക്ക് മാത്രം ഇത് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? മറ്റ് പല വിഷയങ്ങൾ വന്നപ്പോഴും, ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതകം വന്നപ്പോഴും, അതേപോലെ തന്നെ വോട്ടടിച്ച് മാറ്റി ജയിച്ച് തൃശ്ശൂരിലും ജയിച്ച് അവിടെ ഇവിടെ എല്ലാം ജയിച്ചിട്ടും അതിനെപ്പറ്റി ഒന്നും മിണ്ടാത്ത ആളുകൾ വേടനെതിരെ മാത്രം സംസാരിക്കണം. ഒരു വിഷയങ്ങളിലും യാതൊരുവിധ, അതായത് തങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കമാന്നൊരക്ഷരം മിണ്ടാത്ത ആളുകൾക്ക് വേടനെപ്പറ്റി സംസാരിക്കാനായിട്ട് 100 നാവാണ്. എന്തുകൊണ്ടാണ്? വേടന് കിട്ടുന്ന സ്വീകാര്യത, അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും വേടനെ എല്ലാവരും ഇരുകരങ്ങളും ചേർത്ത് സ്വീകരിച്ച് നിർത്തിയിരിക്കുന്നത് കാണുമ്പോൾ ശരിക്കും കുരുപൊട്ടുന്നുണ്ട്. ഒരു തരത്തിലും പറഞ്ഞാൽ നമ്മൾ സാധാരണ കുരുപൊട്ടലൊന്നും പറയാൻ പറ്റില്ല, ഇതൊക്കെ കുരുപൊട്ടലറ്റ് പീക്ക് ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അമ്മാതിരി കുരുപൊട്ടലാണ്. പൊട്ടി പൊട്ടി അവസാനം എത്തി നിൽക്കുന്നത് ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്നത് ഇടതുപക്ഷ സർക്കാരാണ്. മാർക്സിസ്റ്റിൻ്റെ ഒരു അജണ്ടയാണ് പ്രതികളെ എല്ലാം